അമേരിക്കയിലെ ന്യൂയോർക്കർ ഹോട്ടൽ. ഓർത്തഡോക്സ് ക്രിസ്മസ് ദിനമായിരുന്ന അന്ന് പതിവ് പോലെ ഹോട്ടൽ ജീവനക്കാരി ആലിസ് മൊനാക്കർ ഓരോ റൂമും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശല്യപ്പെടുത്തരുത് എന്നെഴുതി വച്ചിരിക്കുന്ന ആ ബോർഡ് ശ്രദ്ധിക്കാതെ 3327 നമ്പർ റൂമിലേക്ക് അവൾ പ്രവേശിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലത്തോളമായി ആ മുറിയിൽ താമസിക്കുന്നത് ഒരു വൃദ്ധനാണ്. പതിവായി പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാറുള്ള, പാലുമാത്രം സ്വയം ഭക്ഷണമായി വാങ്ങാറുള്ള ദരിദ്രനായ വൃദ്ധൻ. ആ മുറിയിൽ പ്രവേശിച്ച ജോലിക്കാരിക്ക് കാണുവാൻ സാധിച്ചത് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന ആ വൃദ്ധനെയാണ്. കൈവശം ഒരു നാണയം പോലുമില്ലാതെ മരിച്ചു കിടക്കുന്ന ആ വൃദ്ധൻ ഒരു കാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. വെളിച്ചമില്ലാത്ത ഒരു മണിക്കൂറിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ആ വെളിച്ചം നമുക്ക് നൽകിയത് ഈ മനുഷ്യനാണ്. ഓൾട്ടർനേറ്റീവ് കറണ്ട് കണ്ടുപിടിച്ച മനുഷ്യൻ, ന്യൂയോർക്ക് സിറ്റിയിൽ ഭൂമികുലുക്കം സൃഷ്ടിച്ച മനുഷ്യൻ, റേഡിയോയും റഡാറും റിമോട്ട് കൺട്രോളും എല്ലാം ആദ്യമായി നിർമ്മിച്ച മനുഷ്യൻ, അന്യഗ്രഹ ജീവികളുമായി സംസാരിച്ച മനുഷ്യൻ, ഇടിമിന്നലിനെ സ്വയം നിർമ്മിക്കുകയും പല വസ്തുക്കളെയും അപ്രത്യക്ഷമാക്കുകയും ചെയ്തിട്ടുള്ള അത്ഭുത മനുഷ്യൻ. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹനത്തിന് ഇദ്ദേഹത്തിൻ്റെ പേരാണ് ടെസ്ല, നിക്കോള ടെസ്ല. ഇത് വെറുമൊരു കഥയല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ജീവിതമാണ്. അതിശക്തമായ കൊടുങ്കാറ്റും ഇടിമിന്നലുമുള്ള ഭയാനകമായ രാത്രി. ക്രൊയേഷ്യയിലെ സ്മിൽജൻ ഗ്രാമത്തിലെ ആശുപത്രിയിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനായിരുന്ന മില്യൂട്ടിൻ ടെസ്ലയുടെയും ഔപചാരിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഡ്യൂക്ക ടെസ്ലയുടെയും 5 മക്കളിൽ 4ാമനായി നിക്കോള ടെസ്ല ജനിച്ചു. ആ സമയത്ത് അമ്മയെ സഹായിക്കുന്നതിനായി ആശുപത്രിയിൽ കൂടെയുണ്ടായിരുന്ന സ്ത്രീ ഇവൻ അന്ധകാരത്തിൻ്റെ ശിശുവായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇടിമിന്നലിൻ്റെ പ്രകാശത്തിൽ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡ്യൂക്ക ടെസ്ല പ്രവചനാത്മകമായ വാക്കുകളിലൂടെ പറഞ്ഞത് ഇവൻ പ്രകാശത്തിൻ്റെ മകനായി വളരും എന്നാണ്. അസാധാരണ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള ഒരാളായിരുന്നു ഡ്യൂക്ക ടെസ്ല. വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല എങ്കിലും പുരാതന സെർബിയൻ കവിതകളും ധാരാളം ഭാഷകളും അവർക്കറിയാമായിരുന്നു. വീട്ടിലുള്ള വസ്തുക്കളിൽ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിയിരുന്നത് ഡ്യൂക്ക ടെസ്ല തനിച്ചായിരുന്നു. അമ്മയിൽ നിന്നും ലഭിച്ച പരിശീലനത്തിലൂടെ ധാരാളം ഭാഷകളടക്കം പല കാര്യങ്ങളും കൊച്ചുപ്രായത്തിൽ തന്നെ ടെസ്ല പഠിച്ചു. തോട്ടത്തിലൂടെ തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഓടിച്ചാടി കളിച്ചു നടന്നും വളർത്തുമൃഗങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചും സ്മിൽജനിലെ ബാല്യം ടെസ്ലയ്ക്ക് വളരെ സന്തോഷകരമായിരുന്നു. അമ്മയുടെ സഹായത്തോടെ വീട്ടിലെ സകല വസ്തുക്കളും അവൻ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ യന്ത്രങ്ങളെല്ലാം അവൻ അഴിച്ചുപണിതു. നന്നേ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ ക്ലോക്ക് അഴിച്ച് അതിലെ വസ്തുക്കളെല്ലാം പുറത്തെടുത്ത് അവയുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ വളരെ വിശദമായി തന്നെ പഠിച്ചു. അങ്ങനെ വളരെ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകുന്ന ഈ സമയത്താണ് ആ കുടുംബത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ചത്. നിക്കോള ടെസ്ലയുടെ 6ാമത്തെ വയസ്സിൽ അവൻ്റെ കൺമുൻപിൽ വെച്ച് അവരുടെ കുതിര മൂത്ത ജ്യേഷ്ഠൻ ഡാൻ ടെസ്ലയെ കൊലപ്പെടുത്തി. തൻ്റെ പിതാവിൻ്റെ കുതിര ജ്യേഷ്ഠനെ വകവരുത്തുന്ന ആ ഭയാനകമായ കാഴ്ച കുഞ്ഞു ടെസ്ലയുടെ മനസ്സിനെ ആകെ തകർത്ത് കളഞ്ഞു. ഈ ഒരു സംഭവത്തിന് ശേഷം അവൻ്റെ കണ്ണിനു മുന്നിൽ പ്രകാശങ്ങൾ മിന്നിമറയുവാൻ തുടങ്ങി. ഈ പ്രകാശം പോയി കഴിയുമ്പോൾ കണ്ണ് മുഴുവൻ ഇരുട്ട് കയറും. പിന്നീട് തൊട്ടുമുന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലാകാതെയായി. സംഭവിക്കുന്നതെല്ലാം തൻ്റെ തോന്നൽ മാത്രമാണോ എന്ന വലിയ സംശയങ്ങൾ വരാൻ തുടങ്ങി. കൊച്ചുപ്രായത്തിൽ തന്നെ വളരെ വിചിത്രമായ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം അവൻ കടന്നുപോയി. ഡാനിൻ്റെ മരണശേഷം ടെസ്ലെ കുടുംബം സ്മിൽജനിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് താമസം മാറ്റി. ജ്യേഷ്ഠൻ്റെ മരണവും അതിനെ തുടർന്ന് ഈ അപരിചിതമായ സ്ഥലത്തേക്കുള്ള താമസമാറ്റവും ടെസ്ലയുടെ കുഞ്ഞു മനസ്സിനെ വീണ്ടും തളർത്തിക്കൊണ്ടേയിരുന്നു. അവൻ അന്തർമുഖനായി മാറി. മൂത്ത മകൻ്റെ മരണം പിതാവിൻ്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. അദ്ദേഹം തൻ്റെ നിരാശയും ദേഷ്യവും എല്ലാം തീർത്തിരുന്നത് നിക്കോള ടെസ്ലയുടെ അടുത്തായിരുന്നു. മകൻ എന്തു ചെയ്താലും അദ്ദേഹം ദേഷ്യപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ മകനെ തന്നെപ്പോലെ തന്നെ ഒരു ഓർത്തഡോക്സ് പുരോഹിതനാക്കണം എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ നിക്കോള ടെസ്ലയ്ക്ക് ഭാവിയിൽ വലിയൊരു എഞ്ചിനീയറായി മാറണം എന്നും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു.
സഹപാഠികളായ മറ്റു കുട്ടികളിൽ നിന്നുമെല്ലാം ടെസ്ല തികച്ചും വ്യത്യസ്തനായിരുന്നു. തൻ്റെ മുഴുവൻ സമയവും പുസ്തകങ്ങളിലും സ്വന്തം പരീക്ഷണങ്ങളിലുമായി അവൻ ചിലവഴിച്ചുകൊണ്ടേയിരുന്നു. ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഓർമ്മയിൽ സൂക്ഷിക്കുവാനുള്ള പ്രത്യേക കഴിവ് സ്കൂൾ കാലഘട്ടം മുതലേ ടെസ്ലയ്ക്കുണ്ടായിരുന്നു. സ്കൂൾ പഠനകാലത്ത് അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു നിക്കോള ടെസ്ല. അവർക്ക് പോലും സോൾവ് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഇൻ്റഗ്രൽ കാൽക്കുലേഷൻസ് പോലുള്ള ഗണിതങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടിയായിരുന്നു അവൻ ഉത്തരങ്ങൾ കണ്ടെത്തിയിരുന്നത്. അങ്ങനെ അസാമാന്യമായ ബുദ്ധിവൈഭവം കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നിക്കോള ടെസ്ല എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സാധാരണ കുട്ടികൾ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരുന്ന മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം ടെസ്ല വെറും 3 വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ആ സമയത്ത് തന്നെ അതിമാരകമായൊരു രോഗം അവന് പിടിപെട്ടു. ശരീരം മുഴുവൻ ശോഷിക്കാൻ തുടങ്ങി. ടെസ്ലയ്ക്ക് പിടിപെട്ടിരിക്കുന്നത് അതിമാരകമായ കോളറയാണ്. നിസ്സാര സമയങ്ങൾ കൊണ്ട് തന്നെ കോളറ അതിൻ്റെ മൂർച്ഛന്യാവസ്ഥയിലെത്തി. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. 9 മാസങ്ങൾ കഴിഞ്ഞു. അവസാനം ഡോക്ടർമാർ മാതാപിതാക്കളോട് പറഞ്ഞത് ഈ രോഗം വളരെ ഗുരുതരാവസ്ഥയിലാണെന്നും ടെസ്ല അധിക നാൾ ജീവനോടെ ഉണ്ടാകില്ല എന്നുമാണ്. എന്നാൽ ഈ മരണത്തെ തോൽപ്പിക്കുവാൻ തക്ക ശക്തിയുള്ള ഒരു വലിയ സ്വപ്നം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തകർന്ന ഹൃദയത്തോടെ മകൻ്റെ സമീപത്തേക്ക് കടന്നു വന്ന പിതാവിനോട് താൻ രോഗക്കിടക്കയിൽ നിന്നും തിരികെ വരികയാണെങ്കിൽ തന്നെ എഞ്ചിനീയറിങ്ങിന് ചേർക്കണമെന്നും ഒരു എഞ്ചിനീയർ ആവുക എന്നതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുമാണ് ടെസ്ല പറഞ്ഞത്. മകനെ ഒരു വൈദികനായി കാണണം എന്ന തൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ച് അദ്ദേഹം മകന് വാക്കു നൽകി. രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ ഇതിനോടകം ധാരാളം പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. രോഗം ഭേദമായ ശേഷം വിദ്യാഭ്യാസം വീണ്ടും ആരംഭിച്ചു. 1875 ഗ്രാസിലുള്ള ഇംപീരിയസ് റോയൽ ടെക്നിക്കൽ കോളേജിൽ സ്കോളർഷിപ്പോടെ ബിരുദ വിദ്യാഭ്യാസത്തിന് ചേർന്നു. പഠനത്തിൽ മിടുമിടുക്കനായി തന്നെ അവൻ വളർന്നു. ലാബുകളിൽ വെളുപ്പിന് 3 മണി മുതൽ രാത്രി 11 മണി വരെ പരീക്ഷണങ്ങളിൽ വലിയ ആവേശത്തോടെ ടെസ്ല മുഴുകി. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമിത ജോലിഭാരം മൂലം അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയേക്കും എന്ന് പോലും പ്രൊഫസർമാർ ഭയന്നു. കാരണം അത്രത്തോളം ആവേശമായിരുന്നു അവന് പ്രാക്ടിക്കൽ കാര്യങ്ങളോട്. എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. ടെസ്ല പതിയെ ചൂതാട്ടത്തിൻ്റെ ലഹരിയിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന സകലതും അതിനുവേണ്ടി വിനിയോഗിച്ചു. പഠന മികവിന് ലഭിച്ച സ്കോളർഷിപ്പ് തുക മുഴുവനും ചൂതാട്ടത്തിലൂടെ നഷ്ടപ്പെടുത്തി. അങ്ങനെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ചീട്ടുകളിക്ക് ആവശ്യമായ പണം ലഭിക്കുന്നതിന് വേണ്ടി അവൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. ടെസ്ല വീട്ടിലേക്ക് മടങ്ങിപ്പോകാതെയായി. പിതാവും ഉറ്റ സുഹൃത്തുക്കളും എല്ലാം ടെസ്ലയെ നിരന്തരം വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനു വേണ്ടി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അവസാനം തൻ്റെ മകനെ ഓർത്ത് വിഷമിച്ച് ജീവിച്ചിരുന്ന പിതാവ് മിലൂട്ടിൻ ടെസ്ല മരണമടഞ്ഞു. പിതാവിൻ്റെ വേർപാട് നിക്കോള ടെസ്ലയെ മാനസികമായി വളരെയേറെ തളർത്തി. പിന്നീട് മുന്നോട്ട് പഠിക്കുവാൻ ശ്രമിച്ചു എങ്കിലും ടെസ്ലയ്ക്കത് സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്രതിഭയ്ക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ടെസ്ല 1881 ഹംഗറിയിലെ ബുഡാപെസ്റ്റിലേക്ക് പുതിയ ജോലികൾ തേടി പുറപ്പെട്ടു. അവിടെ ബുഡാപെസ്റ്റ് ടെലിഫോൺ ഓഫീസ് ചീഫ് ഇലക്ട്രീഷ്യനായി ജോലി ലഭിച്ചു. ടെലിഫോൺ ആദ്യമായി നിർമ്മിച്ചു തുടങ്ങിയവരിൽ ഒരാളായിരുന്ന ഹംഗേറിയൻ ശാസ്ത്രജ്ഞൻ തിയോഡർ പുഷ്കാസിൻ്റെ ടെലിഫോൺ കമ്പനി ആയിരുന്നു അത്. ആ കമ്പനിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ടെസ്ല വലിയ പങ്കാണ് വഹിച്ചത്. അവിടെ ഉപകരണങ്ങളെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനാവശ്യമായ മാറ്റങ്ങളെല്ലാം ടെസ്ല വരുത്തി. ടെലിഫോൺ സംവിധാനത്തിൻ്റെ ശബ്ദം കൂട്ടുന്നതിനാവശ്യമായ ടെലിഫോൺ ആംപ്ലിഫയർ രൂപകൽപ്പന ചെയ്തത് നിക്കോള ടെസ്ലയായിരുന്നു. ആ വലിയ കണ്ടുപിടുത്തത്തിന് യാതൊരു വിധത്തിലുള്ള അംഗീകാരവും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇതിന് പേറ്റന്റ് എടുക്കുവാൻ പോലും ടെസ്ല ശ്രമിച്ചതുമില്ല. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ബുഡാപെസ്റ്റിലെ ഈ ജോലിസ്ഥലം അടിത്തറ പാകി എന്ന് തന്നെ പറയാം. ഈ ടെലിഫോൺ കമ്പനിയുടെ സ്ഥാപകനായ തിയോഡർ പുഷ്കാസാണ് എല്ലാവിധ പിന്തുണകളും വലിയ വലിയ വാതായനങ്ങളും ടെസ്ലയ്ക്ക് മുന്നിൽ തുറന്നു നൽകിയത്. 1882 അദ്ദേഹം ടെസ്ലയ്ക്ക് വലിയൊരു അവസരമൊരുക്കി നൽകി. ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ കമ്പനിയിലേക്കുള്ള ജോലിയായിരുന്നു അത്. ടെസ്ല അടക്കം ലോകം മുഴുവൻ ആരാധിക്കുന്ന ലോകപ്രശസ്തനായ തോമസ് ആൽവ എഡിസന്റെ ഉടമസ്ഥതയിലുള്ള കോണ്ടിനെൻ്റൽ എഡിസൺ കമ്പനി.
വളരെയേറെ സന്തോഷത്തോടെയാണ് താൻ ആരാധനയോടെ മാത്രം കാണുന്ന എഡിസന്റെ കമ്പനിയിലേക്ക് ടെസ്ല കടന്നു വരുന്നത്. എന്നാൽ തോമസ് ആൽവ എഡിസൺ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് നിക്കോള ടെസ്ലയ്ക്ക് അറിയില്ലായിരുന്നു. ലോകം വാഴ്ത്തിപ്പാടുന്ന എഡിസന് മറ്റാരും കാണാത്ത വികൃതമായൊരു മുഖമുണ്ടെന്നും ടെസ്ലയ്ക്ക് അറിവില്ലായിരുന്നു. ഇവിടെ മുതൽ നിക്കോള ടെസ്ലയുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ്.